നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. നേപ്പാളിൽ ആളിക്കത്തി യുവജന പ്രക്ഷോഭം. KP ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെച്ചു. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചതായി റിപ്പോർട്ട്. ജെൻസിയുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ വിലക്കിനെ തുടർന്ന് നേപ്പാൾ പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതി സമുച്ചയത്തിനും തീയിട്ടു. ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ബാലേന്ദ്ര ഷായെ ഇടക്കാല സർക്കാരിന്റെ തലവനാക്കണമെന്ന ആവശ്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം. ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം അറിയാം. പാർലമെന്റിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഫലപ്രഖ്യാപനം 8 മണിയോടെ. മത്സരം NDAയുടെ CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിൽ. BJDയും BRSും വിട്ടുനിന്നു. പ്രളയം നാശം വിതച്ച പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. പഞ്ചാബിന് 1600 കോടിയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും അനുവദിച്ചു. 2 സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി നരേന്ദ്രമോദി. ഓണം വാരാഘോഷത്തിന് തലസ്ഥാനത്ത് സമാപനം. നഗരത്തെ ആവേശത്തിലാക്കി ഘോഷയാത്ര. കലാരൂപങ്ങളും ഫ്ലോട്ടുകളും കാണാൻ നഗരവീഥിയിൽ നിരന്നതായിരങ്ങൾ. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ മേലുകര പള്ളിയോടം ജേതാക്കൾ. ലഡാക്കിലെ സിയാച്ചിൻ ഗ്ലേസിയറിലെ സൈനിക ക്യാമ്പിൽ ഹിമപാതം. 3 സൈനികർക്ക് വീരമൃത്യു. 1 സൈനികനെ രക്ഷപ്പെടുത്തി. മരിച്ചത് 2 അഗ്നിവീർ സൈനികരും 1 മുതിർന്ന സൈനികനും. നേപ്പാളിൽ ആളിക്കത്തി ജെൻസി പ്രക്ഷോഭം. ഇതിനിടെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് പിന്നാലെ നേപ്പാൾ പ്രസിഡന്റും രാജിവെച്ചെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. പ്രക്ഷോഭകാരികൾ നേപ്പാൾ സുപ്രീം കോടതി സമുച്ചയത്തിനും തീയിട്ടു. അതേസമയം നേപ്പാളിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി. നേപ്പാളിലുള്ള ഇന്ത്യക്കാർക്കായി ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. സംഘർഷം തീരുന്നതുവരെ നേപ്പാളിലേക്ക് ഇന്ത്യൻ പൗരന്മാർ യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നിലവിൽ നേപ്പാളിലുള്ള ഇന്ത്യക്കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് കഴിയണമെന്നും പുറത്തു പോകരുതെന്നും സർക്കാരിന്റെ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് പിന്നാലെ നേപ്പാൾ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. രാജ്യത്തിന്റെ ഭരണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. സമൂഹ മാധ്യമ നിരോധനത്തിന് പിന്നാലെ നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ തുടർന്ന് തലസ്ഥാനമായ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. നേപ്പാൾ അതിർത്തി അടച്ചതിനെ തുടർന്ന് ചൈനയിലെ ഡാർച്ചനിൽ കുടുങ്ങിപ്പോയ മലയാളികൾ ഉൾപ്പെടുന്ന 3000-ൽ പരം കൈലാസ് മാനസ സരോവർ യാത്രികരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉറപ്പു നൽകി. നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന കോഴിക്കോട് മുക്കം സ്വദേശികൾ സുരക്ഷിതരാണെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ജോർജ് കുര്യന്റെ ഓഫീസ് അറിയിച്ചു. നേപ്പാൾ സംഘർഷ മേഖലയിലെത്തിയ മലയാളി ടൂറിസ്റ്റ് സംഘമാണ് കുടുങ്ങിയത്. കോഴിക്കോട് മുക്കം, കൊടിയത്തൂർ, കൊടുവള്ളി, അരിക്കോട് ഭാഗത്തുള്ള 40ഓളം ആളുകളാണ് ഇന്നലെ നേപ്പാളിൽ എത്തിയത്. കാഠ്മണ്ഡു ഗോസാല ഭാഗത്താണ് മലയാളികൾ ഉള്ളത്. ജമ്മു കശ്മീരിലെ സിയാച്ചിനിൽ സൈനിക ക്യാമ്പിലുണ്ടായ വൻ ഹിമപാതത്തിൽ 2 അഗ്നിവീറുകൾ ഉൾപ്പെടെ 3 സൈനികർ കൊല്ലപ്പെട്ടു. 1 കരസേന ക്യാപ്റ്റനെ രക്ഷപ്പെടുത്തി. ഹിമപാതത്തിൽ കാണാതായവർക്കായി സൈന്യം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയുടെ വടക്കേ അറ്റത്ത് 20,000 അടി ഉയരത്തിലാണ് ഹിമപാതമുണ്ടായത്. മഹർ റെജിമെന്റിൽപ്പെട്ട സൈനികർ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ്. 5 മണിക്കൂറാണ് മരിച്ച സൈനികർ ഹിമപാതത്തിൽ കുടുങ്ങിയത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് ലഡാക്കിലെ സിയാച്ചിൻ. 2021-ൽ സിയാച്ചിനിൽ ഖനീഫ് ഉപമേഖലയിലുണ്ടായ ഹിമപാതത്തിൽ 2 സൈനികർ മരിച്ചിരുന്നു. 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് മറ്റ് സൈനികരെയും പോർട്ടർമാരെയും അന്ന് രക്ഷപ്പെടുത്തിയത്. 2019-ലെ വലിയ ഹിമപാതത്തിൽ 4 സൈനികരും 2 പോർട്ടർമാരും മരിച്ചു. 18,000 അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിന് സമീപം പെട്രോളിംഗ് നടത്തുകയായിരുന്ന 8 സൈനികരുടെ സംഘർഷത്തിന് നേരെയാണ് ഹിമപാതം ഉണ്ടായത്. പ്രളയം നാശം വിതച്ച പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. പഞ്ചാബിന് 1600 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയുമാണ് അനുവദിച്ചത്. 2 സംസ്ഥാനങ്ങളിലെയും പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ ആകാശ നിരീക്ഷണം നടത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറിമാരും കൂടിക്കാഴ്ച നടത്തി.
പേരൂർക്കട മാലമോഷണ കേസിൽ വൻ വഴിത്തിരിവ്. മാലമോഷണം പോയിട്ടില്ല എന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി. മാല വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ വീടിനുള്ളിൽ മറന്നുവെക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ഉണ്ട്. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ജോലിക്കാരിയായ ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥ മെനഞ്ഞുവെന്നും മറവി പ്രശ്നമുള്ള ഓമന ഡാനിയിൽ മാല സ്വന്തം വീടിനുള്ളിൽ വെച്ച് തന്നെ മറക്കുകയായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കാണാതായ മാല വീടിന്റെ പിന്നിലെ ചവർകൂനയിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്ന പേരൂർക്കട പോലീസിന്റെ വാദം പൊളിക്കുന്നതാണ് കണ്ടെത്തൽ. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചത് ന്യായീകരിക്കാൻ പോലീസ് മെനഞ്ഞ കഥയാണ് ചവർകൂനയിൽ നിന്നും മാല കണ്ടെത്തിയെന്നുള്ളത്. ബിന്ദുവിനെ അന്യായമായി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശിവകുമാറിന്റെ അറിവോടെയാണ്. രാത്രിയിൽ ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTVയിൽ വ്യക്തമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ദളിത് യുവതിയെ മോഷണക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ സ്വർണം പരാതിക്കാരിയായ ഓമനയുടെ വീടിന് പിന്നിലെ ചവർകൂനയിൽ നിന്നും കിട്ടിയെന്ന ഓമന ഡാനിയൽ തന്നെ പോലീസിനെ അറിയിച്ചതോടെ പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കസ്റ്റഡി മർദ്ദന കേസുകളിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ DGP നിർദ്ദേശം നൽകി. ഉത്തരമേഖല, ദക്ഷിണമേഖല IGമാർക്കാണ് നിർദ്ദേശം നൽകിയത്. കുന്നംകുളം PG കസ്റ്റഡി മർദ്ദനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി IGമാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരുടെ വിശദീകരണം 15 ദിവസത്തിനകം കേട്ട ശേഷം ശുപാർശകൾ അടിയന്തരമായി സമർപ്പിക്കാനാണ് നിർദ്ദേശം. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴ സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസുമായി ഉന്തും തള്ളുമുണ്ടാക്കിയ പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി. ലാത്തിയടിയേറ്റ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രവർത്തകന്റെ തല പൊട്ടി രക്തം വാർന്നതോടെ സംഘർഷം അരമണിക്കൂറോളം നീണ്ടു. പോലീസ് വാഹനത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതോടെയാണ് സംഘർഷം അവസാനിച്ചത്. പോലീസ് കാരണമില്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുന്ന കാര്യത്തിൽ KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. VT ബൽറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്നും ആരും പുറത്താക്കുകയോ അദ്ദേഹം രാജിവെക്കുകയോ ചെയ്തിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം. ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയുമാണ്. ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത്? ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ്. അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും, അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലിട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും. വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുക. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ആര് ചെന്നാലും പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന, കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബി അശോകിനെ സ്ഥലം മാറ്റിയ നടപടിയിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. KTDFC MTI സ്ഥലം മാറ്റിയ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ബി അശോകിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ തുടരാം. ചൊവ്വാഴ്ച ബി അശോകിന്റെ ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. ഏറെ നാളുകളായി സർക്കാരും ബി അശോക് IASഉം തമ്മിൽ തുറന്ന പോരാട്ടത്തിലാണ്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കമ്മീഷൻ പദവിയിലേക്ക് മാറ്റിയത് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി ബി അശോക് നേടിയിരുന്നു. സെക്രട്ടേറിയറ്റിന് പുറത്ത് IASകാരെ നിയമിക്കുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങണമെന്ന സിവിൽ സർവീസ് ചട്ടം സർക്കാർ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി അശോക് അന്ന് കൃഷിവകുപ്പിന്റെ പദവിയിൽ തുടർന്നത്. സമാന രീതിയിൽ ഇപ്പോൾ KTDFCയുടെ MD പദവിയിലേക്ക് മാറ്റിയപ്പോഴും അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് ഉത്തരവിന് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. സ്റ്റേ ലഭിച്ചതിനാൽ ബി അശോകിന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാം.
കേര പദ്ധതിയുടെ ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തയും ലോകബാങ്കിന്റെ ഇമെയിൽ ചോർന്നതും സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് ബി അശോക് ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃഷിവകുപ്പിൽ അനാവശ്യ ഇടപെടൽ നടത്തിയെന്നും ഇമെയിൽ ചോർത്തിയെന്നും ബി അശോക് തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കിയ റിപ്പോർട്ട് പുറത്തായതിനെ തുടർന്നുള്ള പ്രതികാര നടപടിയാണ് സ്ഥലം മാറ്റമെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് കൃഷിവകുപ്പിന്റെ അധിക ചുമതല നൽകി ബി അശോകിനെ അടിയന്തരമായാണ് KTDFCയിലേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ഇപ്പോൾ ബി അശോകിന് ആശ്വാസവിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര നിയമനത്തിനായുള്ള വിജിലൻസ് ക്ലിയറൻസ് തടഞ്ഞുവെച്ചുവെന്നാരോപിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ തുറന്ന പോരാട്ടത്തിനൊരുങ്ങി വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത. 9 തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്ന് കാട്ടി യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരം മനഃപൂർവ്വം സംസ്ഥാനം തടയുന്നുവെന്നാണ് യോഗേഷ് ഗുപ്തയുടെ ആരോപണം. കേന്ദ്ര നിയമനം തടയാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചുവെന്നാണ് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയുടെ ആരോപണം. കേന്ദ്ര സർവീസിൽ DGP ആയി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകാൻ കത്തിലൂടെയും ഇമെയിലിലൂടെയും 9 തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അത് പരിഗണിച്ചില്ല എന്നാണ് യോഗേഷ് ഗുപ്തയുടെ ആരോപണം. കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അവസരം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടിയാണ് വിജിലൻസ് മേധാവി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. സർക്കാരിന് പുറമെ ചീഫ് സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. മുൻ പോലീസ് മേധാവി ദർവേഷ് സാഹിബ് തനിക്ക് അനുകൂലമായി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ അത് പിടിച്ചുവെച്ചുവെന്നും യോഗേഷ് ഗുപ്ത ആരോപിക്കുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിലും അപേക്ഷ നൽകി. DGP നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പിനായി വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചിട്ടും നിഷേധിക്കപ്പെട്ടു. എന്നാൽ DGP പദവിയിലുള്ളയാൾ പോർട്ടലിൽ പരാതി നൽകുന്നത് ചട്ടലംഘനമെന്നാണ് സർക്കാർ നിലപാട്. സർവീസ് രേഖകൾ ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്കും യോഗേഷ് ഗുപ്ത കത്ത് നൽകിയിട്ടുണ്ട്. എല്ലാ വാതിലും അടഞ്ഞപ്പോഴാണ് താൻ ട്രിബ്യൂണലിനെ സമീപിച്ചതെന്നാണ് യോഗേഷ് ഗുപ്ത പറയുന്നത്. റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഉത്തരവിടണമെന്നും പിഴ ചുമത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആറന്മുള ജലമേളയിൽ വിജയെ പ്രഖ്യാപിച്ചതിൽ തർക്കം. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്തയാണ്. അതായത് 2ാം സ്ഥാനം നേടിയെന്ന് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് 4ാം സ്ഥാനക്കാരെന്ന് പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടക്കാരാണ് പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഉണ്ട്. സുധീഷ്, എന്താണ് സംഭവം? എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് നീങ്ങിയത്? ഞങ്ങൾ പിള്ളേരെ വെച്ച് കളിപ്പിച്ച നാട്ടുകാരെ വെച്ച് നാട്ടുകാർ ഞങ്ങൾ കൂലിക്കാരല്ല, ഞങ്ങൾ നാട്ടുകാരെ വെച്ച് നാട്ടുകാരെ വെച്ച് മനു
ആറന്മുള ജലമേളയിൽ വിജയെ പ്രഖ്യാപിച്ചതിൽ തർക്കം. 2ാം സ്ഥാനം നേടിയെന്ന് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് 4ാം സ്ഥാനക്കാരെന്ന് പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടക്കാരാണ് പ്രതിഷേധമുയർത്തുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഉണ്ട്. സുധീഷെ, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. പോലീസുകാർ ഇടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് നീങ്ങാനുണ്ടായ കാരണം? കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി മത്സരം സമാപിക്കും. അതിനുശേഷം സമ്മാനദാനം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇടശ്ശേരി മല എന്ന് പറയുന്ന പള്ളിയോട് സംഘം അല്ലെങ്കിൽ ആ കരക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നവുമായി മുന്നോട്ട് വന്നത്. അവരാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ പോലീസുമായി തർക്കിക്കുകയും അവരുടെ അതൃപ്തി, അവരുടെ പ്രതിഷേധങ്ങൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഈ ഗാലറികളിലൊക്കെയുള്ള കസേരകളും മറ്റും വലിച്ചെറിയുകയും തുടർന്ന് ആക്രോശിച്ചുകൊണ്ട് കമ്മിറ്റിക്കാർക്ക് നേരെ ഈ പള്ളിയോട് സേവാ സംഘം അല്ലെങ്കിൽ ഈ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നടത്തിയ ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സമീപനം, അവരോട് കയർത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന സമീപനം. ഈ സമയത്ത് തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്ന പോലീസ് കൃത്യമായി ഇടപെട്ടു. പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ പറയുന്ന പ്രധാന ആക്ഷേപം, ഈ കരക്കാർ പറയുന്ന ഈ പള്ളിയോട സേവാ സംഘം അല്ലെങ്കിൽ ഈ പള്ളിയോട തുഴച്ചിലുകാർ ആയിരുന്നു അവർ പറയുന്ന കൃത്യമായ ഒരു കാര്യം, അവരെ ജേതാക്കളാകുന്നതിൽ നിന്നും മാറ്റി നിർത്തി അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം, അതായത് അവർ നേടേണ്ടിയിരുന്ന സ്ഥാനമല്ല, അവർക്ക് ഈ ഫിനിഷിംഗ് പോയിന്റിലെ സമയം നിർണയിച്ചപ്പോൾ അവർ പാലിച്ച സമയമല്ല ഇതിൽ വന്നത്, ആ സമയം മാറിപ്പോയി. അത്തരത്തിലൊരു ആക്ഷേപം അവർ ഉന്നയിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ അവർക്ക് ഉണ്ടായ പ്രതിഷേധം അവർ അത് രോക്ഷത്തോടെ അറിയിക്കുന്ന ഒരു സമീപനമായിരുന്നു. ആ രീതിയിലായിരുന്നു അവർ പ്രതിഷേധിച്ചു കൊണ്ടുവന്നത്. ഈ തുഴച്ചിലുകാർ ആ കമ്മിറ്റിക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത ആ സമയത്തും സമ്മാനദാനം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റ് ഇനങ്ങൾക്കുള്ള, അതായത് ഈ ഉത്രട്ടാതി ജലമേളയിലെ മറ്റ് ഇനങ്ങൾക്കുള്ള സമ്മാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ പ്രതിഷേധക്കാരെ പോലീസ് ഏറെ ശ്രമപ്പെട്ട് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണാമായിരുന്നു. തുടർന്ന് ഈ പോലീസ് ഒത്തുകൂടി ഈ കമ്മിറ്റിക്കാർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കി അവരെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ചെയ്തു കൊടുത്തു. ഈ പ്രതിഷേധക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പ് പോലീസ് ഇടപെട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. കൃത്യമായ ഒരു ഇടപെടലുകളുടെ അവർക്ക് അറിയിക്കാനുള്ള പരാതികൾ പിന്നീട് രേഖാമൂലം അറിയിക്കണം. ആ പരാതിയിൽ ഈ ഉത്സവം അല്ലെങ്കിൽ ഈ ആഘോഷ കമ്മിറ്റി, ഈ ജലോത്സവം സംഘടിപ്പിച്ച ആഘോഷ കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് അവരുടെ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാം എന്നൊരു ഉറപ്പ് പോലീസ് അവർക്ക് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രദേശത്തു നിന്നും പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്തായാലും ഒരു 10-20 മിനിറ്റോളം ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത ഈ പ്രദേശത്ത് ഉണ്ടായി. ശരി, വിവരങ്ങളാണ് ആറന്മുളയിൽ നിന്നും സുധീഷ് കുമാർ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വെള്ളയമ്പലത്തിൽ നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 60 ഫ്ലോട്ടുകളും ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസയുണ്ട്. അൺഫിലിറ്റ്, ഈ ഘോഷയാത്ര എവിടെ എത്തി നിൽക്കുന്നു? വിവരങ്ങൾ. ഘോഷയാത്ര അശ്വിനി അല്പം മുമ്പ് ഏറെക്കുറെ സമാപനമായി കഴിഞ്ഞിരിക്കുന്നു. കിഴക്കേക്കോട്ട, അതായത് മാനവീയം വീതിയിൽ നിന്ന് 4 മണിക്ക് ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര മാനവീയം വീതിയിൽ നിന്ന് തുടങ്ങി വെള്ളയമ്പലം കറങ്ങി ചുറ്റി പാളയം വഴിയാണ് കിഴക്കേക്കോട്ട, അതായത് മാനവീയം വീതിയിൽ നിന്ന് കിഴക്കേക്കോട്ട വരെയായിരുന്നു ഈ ഘോഷയാത്ര. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ ഇപ്പോൾ സമാപനമായിരിക്കുകയാണ്. ഘോഷയാത്രയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ആളുകൾ ഓരോരുത്തരും മനോഹരമായ വർണ്ണാഭമായ വിസ്മയ കാഴ്ച കണ്ട ശേഷം ജനങ്ങൾ ഓരോരുത്തരും മടങ്ങുന്ന ഒരു സമയമാണിപ്പോൾ. കിഴക്കേക്കോട്ടയിൽ അതിമനോഹരം, അല്പം മുമ്പ് വരെ ഏറ്റവും മനോഹരമായ 3 മണിക്കൂറുകൾ നീണ്ടുനിന്ന മനോഹരമായ കാഴ്ചയായിരുന്നു തലസ്ഥാന നഗരം. മാനവീയം വീതി മുതൽ കിഴക്കേക്കോട്ട വരെ, വെള്ളയമ്പലം പാളയം ചുറ്റി കിഴക്കേക്കോട്ട വരെ അതിമനോഹരമായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഈ തലസ്ഥാന നഗരം ഒരു നിശ്ചലമായി എല്ലാ കണ്ണുകളും ഈ മനോഹരമായ ഘോഷയാത്രയിലേക്ക് ഉടക്കി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ 3 മണിക്കൂർ. ഇപ്പോൾ ആ ഘോഷയാത്രയെല്ലാം കണ്ടതിന് ശേഷം ജനങ്ങൾ തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും മനോഹരമായ കേരളത്തിന്റെ സാംസ്കാരിക പ്രൗഢിയും തനിമയും ഒക്കെ വിളിച്ചോതുന്ന 1000-ലേറെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഓരോ വകുപ്പുകൾ അവതരിപ്പിച്ച ഫ്ലോട്ടുകൾ, സർക്കാരിന്റെ ഓരോ വകുപ്പുകളും സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളുടെ തനിമ അതിന്റെ ഒരു പ്രമേയമാക്കിയിട്ടുള്ള നിരവധി ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. ഓരോ വകുപ്പുകളും, പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം, സാംസ്കാരികം, കലാമേള, അതോടൊപ്പം തന്നെയും ജനകീയം, ഒപ്പം തന്നെ പോലീസിന്റെ വിവിധ വകുപ്പ്, പോലീസിനെ തന്നെ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ജയിൽ വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളുടെയും
അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, എല്ലാ വകുപ്പുകളും ഓരോരുത്തരുടെയും എന്താണ് അതായത് ഓരോ വകുപ്പുകളും മുന്നോട്ട് വെക്കുന്ന അവരുടെ കാഴ്ചപ്പാടിനെ പ്രമേയമാക്കിയുള്ള ഓരോ ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. 60-ലേറെ ഫ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജാർഖണ്ഡ്, അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, തെലങ്കാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ കലാരൂപങ്ങളും ഈ ഘോഷയാത്രയെ അനുഗമിച്ചിരുന്നു. വളരെ മനോഹരമായിരുന്നു ഫ്ലോട്ടുകളോടൊപ്പം തന്നെ ഈ കലാരൂപങ്ങളുടെ പ്രകടനങ്ങളും കേരളത്തിന്റെ ആയോധന കലകൾ ഉൾപ്പെടെയുള്ള ഓരോ കലാരൂപങ്ങളുടെ പ്രകടനങ്ങളും നമ്മുടെ കഥകളി ഉൾപ്പെടെയുള്ള ക്ഷേത്രകലകളുടെ തന്നെ ഓരോ രൂപങ്ങളും ഓരോ കലാപ്രകടനങ്ങളും ഒക്കെ തന്നെ ഈ ഘോഷയാത്രയെ അനുഗമിച്ച് തന്നെ ഈ വഴികളിലൂടെ നീളം തന്നെ സഞ്ചരിച്ച് ഈ ഘോഷയാത്ര അല്പം മുമ്പാണ് ഇത് സമാപിച്ച് ഈ വഴിയിലൂടെ കടന്നു പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന കിഴക്കേക്കോട്ട ഫ്ലൈ ഓവറിന് മുകളിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആളുകൾ ഓരോരുത്തരും മടങ്ങിപ്പോകുന്നതിൻ്റെ ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നു. കാരണം അത്രയേറെ എല്ലാവരും അത് ഈ 3 മണിക്കൂർ ഓരോരുത്തരും ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളുമായി നിന്നാണ് ഈ കാഴ്ച കണ്ടത്. അതിനുശേഷം ഈ ടൂറിസം വകുപ്പ് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി അവസാന ദിവസമാണ് ഈ ഘോഷയാത്ര നടത്തുന്നത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ രീതിയിലാണ് ഘോഷയാത്ര നടത്തുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഉണ്ടായിരുന്നില്ല. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ ആഘോഷങ്ങളൊക്കെ തന്നെ സർക്കാർ മാറ്റിവെച്ചിരുന്നു. അതിനു മുമ്പുമൊക്കെ ഈ രീതിയിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു. ഓരോ വർഷം കഴിയും തോറും കൂടുതൽ മനോഹരമാക്കുകയാണ് ഈ ഘോഷയാത്ര. അതിന്റെ വാരാഘോഷങ്ങളുടെ സമാപനമായി ആഘോഷങ്ങളൊക്കെ തന്നെ അത് ഓണം തുടങ്ങി അവസാനം സർക്കാരിന്റെ ഈ വാരാഘോഷത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനമായിരിക്കുകയാണ്. സാംസ്കാരിക ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരുന്നു ഫ്ളാഗ് ഓഫ് ചെയ്തത്. വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ അവസാനിച്ച ഘോഷയാത്രയിൽ 1000-ലധികം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളും 60-ലധികം ഫ്ലോട്ടുകളും അണിനിരന്നു. വിവരങ്ങളാണ് അൺഫിൽറ്റഡ് ഡിസൂസ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. നാളെ വീണ്ടും വേടൻ ചോദ്യം ചെയ്യലിനായി ഹാജരാകണം. തൃക്കാക്കര പോലീസ് SHOയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസ് പൂർണ്ണമായി അവസാനിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്ന് വേടൻ പ്രതികരിച്ചു. യുവ ഡോക്ടറുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വേടനെ ചോദ്യം ചെയ്തത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ ചോദ്യം ചെയ്ത ശേഷം വേടനെ വിട്ടയക്കുകയായിരുന്നു. സൗഹൃദം നടിച്ച് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തിനിടെ 5 തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നുമാണ് വേടനെതിരായ യുവതിയുടെ പരാതി. പാട്ട് പുറത്തിറക്കാനെന്ന പേരിൽ 31,000 രൂപ യുവതിയിൽ നിന്നും വേടൻ തട്ടിയെടുത്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ വേടൻ പറഞ്ഞു. പറയാനുള്ള കാര്യങ്ങൾ കേസ് പൂർണ്ണമായും അവസാനിച്ച ശേഷം പറയുമെന്നും വേടൻ വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയുള്ള കേസായത് കാരണം ഒന്നും പറയാൻ പാടില്ല എന്നുള്ള മേളിൽ നിന്നുള്ള ഓർഡറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കേസുകൾ പൂർണ്ണമായിട്ട് തീരട്ടെ, എന്നിട്ട് എനിക്ക് എന്റെ ഭാഗം എന്തായാലും പറയണ്ടാവല്ലോ, അത് ഞാൻ എന്തായാലും പറയും. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 3:30 വരെ തുടർന്നു. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വേടൻ ഹാജരാകണം. ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന വ്യവസ്ഥയോടെയായിരുന്നു കോടതി വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ കോടതിയാണ് ജാമ്യം നൽകിയത്. പരാതിക്കാരിയായ നടി മാഫിയയുടെ നിയന്ത്രണത്തിലാണെന്നും മാനേജറാണ് നടിയെ നിയന്ത്രിക്കുന്നതെന്നും സംവിധായകൻ സനൽകുമാർ ശശിധരൻ ജാമ്യം ലഭിച്ച ശേഷം പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുംബൈയിൽ നിന്ന് കൊച്ചിയിലെത്തിച്ച സനൽകുമാർ ശശിധരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയായിരുന്നു. തുടർന്ന് സ്വന്തം ജാമ്യത്തിലാണ് സനൽകുമാർ ശശിധരനെ വിട്ടത്. നടിയെ ശല്യപ്പെടുത്തിയെന്ന പരാതിയിലാണ് പോലീസ് സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കുക, അപവാദ പ്രചരണം നടത്തുക, വ്യാജ ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കുക തുടങ്ങിയ പരാതികളാണ് സനൽകുമാർ ശശിധരനെതിരെ നടി നൽകിയിട്ടുള്ളത്. എന്നാൽ നടിയുടെ പേരിൽ തനിക്കെതിരെ വ്യാജ പരാതിയാണ് നൽകിയിട്ടുള്ളതെന്നും വസ്തുതയുണ്ടെങ്കിൽ നടി പരസ്യമായി അക്കാര്യം പറയാത്തത് എന്തുകൊണ്ടാണെന്നും സനൽകുമാർ ശശിധരൻ ചോദിച്ചു. ഇതുപോലെ എനിക്കെതിരെ മാത്രമല്ല, ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുപ്പം ശ്രമിക്കുന്നത് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നുണ്ട്. ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല. ആ കേസിലൊന്നും തന്നെ തെളിവ് കൊടുക്കപ്പെടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി അകറ്റാൻ വേണ്ടി മാത്രം അത് സെയിം രീതിയിലാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത്. അതായത് അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. ഞാനൊരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നും ഒരു സ്റ്റോക്കറാണെന്നും ഒക്കെ ഉള്ളൊരു ഇത് വരുന്നു. എനിക്ക് മാനസിക രോഗമാണെന്ന് ഇത് പറയുന്നു. അതായത് പെട്ടെന്ന് ഒരാളെ വണ്ടി കൊണ്ട് ചേർത്ത് നിർത്തി റോഡിൽ തടഞ്ഞു നിർത്തി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പെട്ടെന്ന് പാനിക്കാവൂലേ?
അപ്പോൾ നമ്മൾ പാനിക്കായിട്ട് പ്രതികരിക്കും. ലുക്കൌട്ട് സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ അധികൃതർ സനൽകുമാറിനെ തടഞ്ഞുവെച്ചത്. തുടർന്ന് എളമക്കര പോലീസ് മുംബൈയിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. താനും നടിയും തമ്മിൽ പ്രണയത്തിലാണെന്നും പ്രണയം തകർക്കാൻ സർക്കാരും പാർട്ടിയും സിനിമാ മാഫിയയും ശ്രമിക്കുകയാണെന്നും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എത്തിക്കുമ്പോൾ സനൽകുമാർ വിളിച്ചു പറഞ്ഞു. നടിയെ ശല്യം ചെയ്തെന്ന മറ്റൊരു കേസിൽ സനൽകുമാർ ശശിധരൻ ജാമ്യത്തിലാണ്. ഇതിനിടയിലാണ് വീണ്ടും സമാനമായ മറ്റൊരു കേസിൽ അറസ്റ്റിലായത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ ദേവസ്വം ബോർഡ് ഇളക്കിമാറ്റി. അറ്റകുറ്റപ്പണിക്കായിട്ടാണ് സ്വർണ്ണപ്പാളി ഇളക്കിമാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. സംഭവം ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം. എന്നാൽ ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് കേടുപാടുണ്ടെന്നും പരിഹരിക്കണമെന്നും ഇതിനായി തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയതെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ പവന് 80,000 രൂപ കടന്നു. 1000 രൂപ പവന് കുത്തനെ കൂടുകയായിരുന്നു. ഇതോടെ പവന് 80,880 രൂപയായി. ഗ്രാമിന് 10,000 കടക്കുന്നതും ആദ്യമായാണ്. ഇന്നലെ രാവിലെ പവന് 80 രൂപ കുറഞ്ഞിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി 400 രൂപ കൂടി. ഇന്നും ഇന്നലെയുമായി ഒരു പവൻ സ്വർണത്തിന് 1,400 രൂപയാണ് കൂടിയത്. ഇതോടെ ഒരു പവന്റെ ആഭരണം വാങ്ങാൻ പണിക്കൂലിയും GSTയും അടക്കം ചുരുങ്ങിയത് 90,000 രൂപയ്ക്ക് മുകളിലാകും. ഡോളർ ദുർബലമാകുന്നതും US-ലെ തൊഴിൽ കണക്ക് പുറത്തു വന്നതോടെ കൂടുതൽ അളവിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്ന വിലയിരുത്തലിലുമാണ് സ്വർണ്ണവില കൂടാൻ കാരണം. ഈ ഓണക്കാലത്ത് സഹകരണ മേഖലയിൽ 312 കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പന നേട്ടം കൈവരിച്ച് കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡ് നേരിട്ട് നടത്തിയ ഓണ വിപണികളിലൂടെ 187 കോടിയും 750 സൂപ്പർ മാർക്കറ്റുകളിലൂടെ നടത്തിയ ഓണ വിപണികളുടെ 125 കോടി രൂപയുടെയും വിൽപ്പന നടന്നു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും മറ്റു നിത്യോപയോഗ സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിലുമാണ് വിപണിയിൽ എത്തിച്ചതെന്നും വിലക്കുറവിന്റെ ഓണം സമ്മാനിക്കാനായി സർക്കാർ സഹകരണ വകുപ്പ് വഴി നടത്തിയ ഇടപെടൽ ഫലം കണ്ടു. കൺസ്യൂമർ ഫെഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും കൊച്ചിയിൽ അറിയിച്ചു. കാസർഗോഡ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 15ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കര പൂച്ചക്കാട്ടെ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ചതായാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. പള്ളിക്കര പൂച്ചക്കാട്ട് കഴിഞ്ഞ ദിവസം രാത്രി സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടിയിൽ ഭക്ഷണം വിളമ്പിയിരുന്നു. പള്ളി പരിസരത്ത് പാചകം ചെയ്ത ഭക്ഷണം തികയാതെ വന്നപ്പോൾ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങി നൽകി. ഇത് കഴിച്ചവർക്കാണ് അസ്വസ്ഥത ഉണ്ടായതെന്നാണ് പരാതി. ദിവസങ്ങൾ പഴക്കമുള്ള ഷവർമയാണ് നൽകിയതെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു 15 ഷവർമ കൊണ്ടുവന്നു. കഴിച്ച പിന്നെ അവർക്ക് ഛർദിയും വയറുവേദനയും തലവേദനയും എല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ അത് പഴകിയ ഒരു സാധനമാണ്. എല്ലാവർക്കും അവിടെ കൂടിയ ആൾക്കെല്ലാം അറിയാതെ ഒരു 5-6 ദിവസം പഴക്കമുള്ള സാധനം എന്നുള്ളത് പോലീസുകാരും അതിൻ്റെ സ്മെല്ല് ഇതെല്ലാം കണ്ട് പറഞ്ഞിട്ടായിട്ട് അതിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴകിയ സാധനം എന്നുള്ളത്. അതുകൂടാണ്ട് അവർ തന്നെ ഹോട്ടലുടമ തന്നെ പറഞ്ഞ് അത് പഴകിയത് 4-5 ദിവസത്തെ ആയിപ്പോയി, സോറി എന്നാണ് അവർ പറയുന്നുള്ളത്. ഷവർമ കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് നബിദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തവർ ഹോട്ടൽ പരിസരത്തെത്തി പ്രതിഷേധിച്ചു. ഇത് സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. കോട്ടയം ആപ്പാഞ്ചിറ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറി റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ 1ാം വർഷ വിദ്യാർത്ഥി എറണാകുളം കുമ്പളം സ്വദേശി അദ്വൈതിനാണ് പൊള്ളലേറ്റത്. 20 വയസ്സായിരുന്നു. വൈകുന്നേരം 5 മണിയോടെയായിരുന്നു സംഭവം. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ വിദ്യാർത്ഥി ട്രാക്കിൽ കിടന്ന ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ പാളം മുറിച്ചു കടക്കുകയായിരുന്നു. ഷോക്കേറ്റ് താഴെ വീണ വിദ്യാർത്ഥിയെ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി വിദ്യാർത്ഥിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കടുത്തുരുത്തി പോളിടെക്നിക് കോളേജ് 1ാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അദ്വൈത്. വയനാട് പനമരം പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിച്ച് യുവതികൾ. പരാതിയുമായി ചെന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും പനമരം CI തെറി വിളിച്ചുവെന്നുമാണ് ആരോപണം. മാത്തൂർ സ്വദേശികളായ 2 യുവതികളാണ് പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിച്ചത്. തങ്ങളെ മോശക്കാരായി വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും യുവതികൾ ആരോപിക്കുന്നു. ഒരു സംഘം ആളുകൾ വീട് ആക്രമിച്ചു എന്ന പരാതിയുമായാണ്
യുവതികൾ പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. കൂടാതെ അവിടെ വെച്ച് പോലീസ് മോശമായി പെരുമാറുകയും ചെയ്തു. 8 ദിവസമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയിട്ടും കേസെടുത്തിട്ടില്ല എന്നും യുവതികൾ ആക്ഷേപം ഉന്നയിക്കുന്നു. പഠനത്തിരക്കുകൾക്കിടയിൽ ഓണം കളറാക്കി അമൃത IAS അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. ഡോക്ടർ അരുൺ എസ് നായർ IAS ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വഴുതക്കാടുള്ള അമൃത IAS അക്കാദമിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബ്രഹ്മചാരി ധ്യേയാമൃത ചൈതന്യ, അമൃത IAS അക്കാദമിയുടെ ഡയറക്ടർ S ജയകുമാർ മേനോൻ, ഗീത ജയകുമാർ, അക്കാദമിയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അർജുൻ പയ്യൻ, അക്കാദമിക് മാനേജർ മനുഷ്യൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. പരിപാടി ഡോക്ടർ അരുൺ എസ് നായർ IAS ഉദ്ഘാടനം ചെയ്തു. അമൃത IAS അക്കാദമിയുമായുള്ള ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു. ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അമൃതയുമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഓർമ്മ 2020 ജനുവരി മാസത്തിൽ ഇവിടെ ഒരു മോക്ക് ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഞാൻ ക്ലിയർ ചെയ്ത വർഷം. അപ്പോൾ അതിനുശേഷം റിസൾട്ട് കിട്ടിയതിന് ശേഷം ഒരു തവണ കൂടി വന്നിരുന്നുവെങ്കിലും ഏറ്റവും ദീപ്തമായിട്ടുള്ള ഓർമ്മ 2020 ഇൻ്റർവ്യൂ സമയത്ത് വന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആസ്പിരൻറ്റ് ടു ഓഫീസർ ട്രാൻസ്ഫർമേഷനൊക്കെ ആയെങ്കിലും ഇപ്പോഴും അതേ പേടിയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ആ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ പെട്ടെന്ന് എനിക്കതാണ് തോന്നിയത്. കയറിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ എന്ത് ചൊറി കിട്ടും എന്ന് ആലോചിച്ച് കയറി വന്ന അതേ ഒരു ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത്. എന്തായാലും നിങ്ങളെ എല്ലാവരെയും ഈ ഓണത്തിന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. വിഭവസമൃദ്ധമായ സദ്യയോടുകൂടിയാണ് ഓണാഘോഷം സമാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.